ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ്, സഹീഹായ ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് എന്നുള്ള വിഷയം പരിശുദ്ധ ഖുർആനിലെ നൂറുകണക്കിന് സൂക്തങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, സഹീഹായിട്ടുള്ള തിരുസുന്നത്ത്, അത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങളിലൂടെ അങ്ങനെ കണ്ണോടിച്ചു പോയി കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു സംഗതിയാണത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ വചനങ്ങൾ, സഹീഹായിട്ടുള്ള ഹദീസുകൾ, സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകൾ കൊണ്ട് തന്നെ നമുക്ക് പ്രവാചകൻ്റെ തിരുവചനങ്ങൾ, മതപരമായി റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ, അംഗീകരിച്ച കാര്യങ്ങൾ, അത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് ഇസ്ലാമിൻ്റെ പ്രമാണമല്ലെന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്നുള്ള ഒരു ജനത, അങ്ങനെയുള്ള ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയതായിട്ട് മഹാനായിട്ടുള്ള ഇമാം അബൂദാവൂദ് റഹിമഹുല്ല തൻ്റെ സുനനിൽ 4604 നമ്പർ വചനത്തിൽ പറയാണ്. മിഖ്ദാം ഇബ്നു മഅദി കർബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അലാ ഇന്നി ഊതീതുൽ കിതാബ്. നബി പറയുകയാണ്, അറിയുക, തീർച്ചയായും എനിക്ക് വിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു. ആ ഖുർആനിനെ പോലെ തന്നെ എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹുന അലാ യൂഷികു റജുലുൻ ശബആനു അലാ അരീകതിഹി യഖൂലു അലൈക്കും ബിഹാദൽ ഖുർആൻ. നിങ്ങൾ അറിയണം, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു സമയം അടുത്തിരിക്കുന്നു. അതെന്താ പറയുന്നത്? അലൈക്കും ബിഹാദൽ ഖുർആൻ. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഖുർആൻ മതി, മറ്റൊന്നും വേണ്ട. ആ ഖുർആനിൽ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലുഹു. ഖുർആനിൽ ഹലാലായി കണ്ടത്, ഖുർആനിൽ ഹലാലാണ് എന്ന് കണ്ടിട്ടുള്ള സംഗതികൾ ഫഅഹില്ലുഹു, നിങ്ങൾ അനുവദനീയമാക്കുക. വമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹരിമുഹു. അദ്ദേഹം വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആനിലെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ അത് നിങ്ങൾ ഹറാമാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ജനതയെ, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ വരും എന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. അത് സത്യമായി പുലർന്നു. അത് യാഥാർത്ഥ്യമായി ഇന്ന് എത്രയോ ആളുകൾ, അവർ വളരെ കുറച്ചാണെങ്കിൽ പോലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഖുർആൻ മതി, ഖുർആൻ മാത്രമാണ്, ഹദീസുകൾ ഇസ്ലാമിൻ്റെ പ്രമാണമല്ല എന്നുള്ളതാണ്. ഖുർആൻ ഹലാലാക്കിയത് ഹലാലും ഖുർആൻ ഹറാമാക്കിയത് ഹറാമും അത് മാത്രം മതി എന്നുള്ള ഒരു രൂപത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അത്തരം ആളുകളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. നിങ്ങളുടെ മേൽ എൻ്റെ സുന്നത്ത്, എൻ്റെ ചര്യ, അത് പിൻപറ്റൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, അവിടുത്തെ നബിചര്യ, അത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് എന്നർത്ഥം. എന്നിട്ട് പറയാണ്, വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ, മഹാന്മാരായിട്ടുള്ള ഖുലഫാ ഉർ-റാഷിദീങ്ങൾ, ആ 4 മഹാന്മാരുടെ ഖലീഫമാരുടെ ചര്യയും അത് നിങ്ങൾ പിൻപറ്റുക.
തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളത് മുറുകെ പിടിക്കുകയും അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹീഹായിട്ടുള്ള തിരുസുന്നത്തിൽ അടിയുറച്ച് നിൽക്കണം എന്നർത്ഥം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം പുതുതായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, തീർച്ചയായും പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ അനാചാരമാകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, ദുർമാർഗമാകുന്നു. ഇത് ഇമാം അബൂദാവൂദ് തൻ്റെ സുനനിൽ 4607, ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ 2676 നമ്പറുകളിലായിട്ട് കൊടുത്തിട്ടുള്ള വചനമാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മൾ ശരിക്ക് ചിന്തിക്കണം. അതായത് റസൂലുള്ള പറഞ്ഞ ആ വാക്ക് കേട്ടാൽ തന്നെ തീർച്ചയായിട്ടും റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റിയാൽ മാത്രമേ ഒരാൾക്ക് മുസൽമാനായി ജീവിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടും. സഹീഹുൽ ബുഖാരി 7280 നമ്പർ വചനം, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. നബി പറയുകയാണ്, എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ആരാണ് വിസമ്മതിച്ചവർ? റസൂൽ പറഞ്ഞു, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, എന്നോട് ധിക്കാരം കാണിച്ചവൻ അവൻ വിസമ്മതിച്ചിരിക്കുന്നു. അപ്പൊ റസൂലിൻ്റെ ചര്യയോട് വിസമ്മതം കാണിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്, ഹദീസ് പ്രവാചകന്റെ ചര്യ അത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ്, അതുണ്ടായാൽ അത് സ്വീകരിച്ചാൽ മാത്രമാണ്, അത് മതത്തിൻ്റെ പ്രമാണമാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മുസ്ലിമായി സത്യവിശ്വാസിയായി ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റൊരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് ഇമാം ദാറഖുത്നി അദ്ദേഹത്തിൻ്റെ സുനനിൽ, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനനിൽ കുബ്രയിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ നൽകിയിട്ടുള്ള വസിയ്യത്തുകളിൽപ്പെട്ട ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാകുന്നത്, തറക്തു ഫീകും ഷൈഅൻ ലൻ തളില്ലു ബഅദഹുമാ, നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, ആ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴി പിഴക്കുകയേ ഇല്ല എന്നാണ്. അതെന്താ? കിതാബുല്ലാ വ സുന്നത്തി, അള്ളാഹുവിൻ്റെ കിതാബ് അതുപോലെ തന്നെ എൻ്റെ ചര്യ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ കിതാബ് 1, അത് കഴിഞ്ഞ റസൂലുള്ളാഹിൻ്റെ സഹിയായ ചര്യ 2, അത് 2ഉം മുറുകെ പിടിച്ചാലാണ് വഴിപിഴക്കാതിരിക്കുക എന്ന് പ്രത്യേകം ഓർക്കുക. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരിക്കൽ പറയുകയുണ്ടായി, നല്ലറല്ലാഹു റഅൻ സമിഅ മിന്നാ ഷൈഅൻ ഫബല്ലഗഹു കമാ സമിഅ ഫറുബ്ബ മുബല്ലിഗിൻ ഔ ആമിൻ സാമിഅ. അതായത് എന്നിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനം കേട്ടിട്ട് അത് ആ കേട്ട പോലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, പ്രബോധനം ചെയ്യുന്ന, തബ്ലീഗ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രകാശം നൽകട്ടെ. എത്രയെത്ര പ്രബോധകന്മാരാണ് എന്നിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവരെക്കാൾ കൂടുതൽ ആ കാര്യം ഗ്രഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ, ഇമാം ഇബ്നു മാജ തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വചനമാകുന്നു ഇത്. വളരെ പ്രസിദ്ധമായ മറ്റൊരു വചനമുണ്ട്. അതായത്, ഇന്ന ഹാദിഹിൽ ഉമ്മ സതഫ്തരിഖു അലാ 73 സിന്ദാനി വസബഊന ഫിന്നാർ വവാഹിദത്തുൻ ഫിൽ ജന്ന വലമ്മാ സുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ഫിർഖ അന്നാജിയ ഖാല മാ അന അലൈഹി വഅസ്ഹാബി. അതായത് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ 2641 വചനം കൊടുക്കുകയാണ്. തീർച്ചയായും ഈ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുക തന്നെ ചെയ്യും. അതിൽ 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, ആരാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയികളായിട്ടുള്ള വിഭാഗം ആരാകുന്നു? അപ്പോൾ റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വസുഹാബി, ഞാൻ എന്തൊന്നിലാണോ നിലകൊള്ളുന്നത്, എൻ്റെ അനുയായികളും എന്തൊന്നിലാണോ നിലകൊള്ളുന്നത്.
അത് സ്വീകരിച്ചവർ, അഥവാ നബിയുടെ സുന്നത്ത്, നബിയുടെ ചര്യ അത് മുറുകെ പിടിച്ച ആളുകൾക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്നാണ്. മറ്റൊരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹീഹുൽ ബുഖാരിയിൽ 3641 വചനം, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ പ്രബോധനം ചെയ്യുവിൻ. അപ്പോ അതെന്താണ്? നബിയുടെ വചനമാണ്, ഹദീസാണ്. അതൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ, സഹിഹായ ചര്യ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വഹാബ കിറാമിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ റസൂലിൻ്റെ അടുക്കൽ നിന്ന് വരുന്നിട്ടുള്ള മതപരമായിട്ടുള്ള എല്ലാ വിധികളും വിലക്കുകളും ശാസനകളും കൽപ്പനകളും പ്രോത്സാഹനങ്ങളും ഒക്കെ അവർ അംഗീകരിച്ചിരുന്നു, പിൻപറ്റിയിരുന്നു. അതിൽ ഭിന്നത അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹിൻ്റെ വാക്ക്, പ്രവർത്തനം, അംഗീകാരം, ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ പിൻപറ്റിയിരുന്നു എന്നുള്ളതാണ്. അതിൽ അവർക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹിൻ്റെ വാക്കാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർ പിൻപറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാനായിട്ടുള്ള ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 41 നമ്പറായിട്ട് കൊടുക്കുന്നൊരു വചനമുണ്ട്. അതായത് നബി സല്ലല്ലാഹു, അതിൻ്റെ ചുരുക്കം ഞാൻ പറയാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ഖിബല ബൈത്തുൽ മഖ്ദിസ് 16 ഔ 17 ഷഹ്റൻ, 16 അല്ലെങ്കിൽ 17 മാസം ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നമസ്കരിച്ചു. വകാന യുഅജിബുഹു അൻ തകൂന ഖിബ്ലതുഹു ഖിബ്ലൽ ബൈത്ത്, എന്നാൽ റസൂലുള്ളാഹിക്ക് കഅബാലയത്തിന് തിരിഞ്ഞ് നമസ്കരിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. വ അന്നഹു സ്വല്ലാ അവ്വല സ്വലാത്തിൻ സ്വല്ലാഹ സ്വലാത്തുൽ അസ്ർ, ആദ്യമായിട്ട് അങ്ങനെ കിബിലമാറ്റം സംഭവിച്ച് നമസ്കരിച്ച ഒന്നാമത്തെ നമസ്കാരം അസർ നമസ്കാരമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മാറി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം. അങ്ങനെ വസ്വല്ല മഅഹു ഖൗമുൻ, ചില ജനങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ നമസ്കരിച്ചു. അങ്ങനെ അവർ നമസ്കാര ശേഷം എന്ത് ചെയ്തു? അവിടുന്ന് പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു? മറ്റൊരു പള്ളിയുടെ, ഇന്ന് കിബിലത്തൈൻ എന്ന് പറയുന്ന പള്ളി ഉണ്ടല്ലോ മദീനയിൽ, അതുവഴി എത്തിയപ്പോൾ അവിടെ ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ അസ്ർ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല അഷ്ഹദു ബില്ലാഹ് ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല മക്ക, അള്ളാഹു തന്നെയാണ് സാക്ഷ്യം, തീർച്ചയായും ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ മക്കക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിരിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന ആളുകൾ അവർ നമസ്കാരത്തിലായിരുന്നു. അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഫദാറു കമാഹും ഖിബലൽ ബൈത്ത്, കഅബാലയത്തിന് നേരെ അവർ തിരിഞ്ഞ് നമസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ആ ചര്യ സ്വഹാബത്ത് ഒന്നടങ്കം സ്വീകരിക്കാൻ, അപ്പം മതത്തിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്ന് നബിയുടെ അനുയായികളായിട്ടുള്ള സ്വഹാബത്ത് ഇവിടെ അംഗീകരിക്കാം. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 5866 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ചുരുക്കം പറയാം. ആദ്യം റസൂലുള്ളാഹി സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചു. അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പിന്നെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ മോതിരം സ്വീകരിച്ചു. പിന്നെ റസൂലുള്ളാഹി അത് ഒഴിവാക്കി. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വെള്ളിയുടെ മോതിരം ധരിച്ചു റസൂലുള്ളാഹി. ജനങ്ങൾ അപ്പം എന്ത് ചെയ്തു? വെള്ളിയുടെ മോതിരം ധരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാം, നബിക്ക് ശേഷം അബൂബക്കറും ഉമറും അതുപോലെ ഉസ്മാനും ഒക്കെ അത് ധരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ ആ ചര്യ, പ്രവാചകൻ്റെ സുന്നത്ത് അവർ പിൻപറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. നിങ്ങൾ നോക്കൂ, അവർ റസൂലുള്ളാഹിന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നതും ഒറ്റക്കെട്ടായി അത് സ്വീകരിച്ചിരുന്നതുമൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മ, വല്യുമ്മ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു വല്യമ്മ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അനന്തരാവകാശം വേണമെന്ന് പറഞ്ഞു. അനന്തരാവകാശം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലക്കി ഫീ കിതാബില്ലാഹി ഷൈ, അള്ളാഹിൻ്റെ കിതാബിൽ നിനക്കൊന്നുമില്ല. വമാ അലിംതു ലക്കി ഫീ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ,
അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലും നിങ്ങൾക്കൊന്നുമില്ല, ഏതായിരുന്നാലും നിങ്ങളിപ്പോൾ മടങ്ങിപ്പോകും, ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ കേട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരിക്കൽ സന്നിഹിതരായിരുന്നു. ആ ഘട്ടത്തിൽ റസൂലുള്ള വല്യമ്മക്ക് ജദ്ദത്തിന് സുദുസ് സ്വത്തിൻ്റെ 6/1 നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമത്തുൽ അൻസാരി എന്ന് പറഞ്ഞ ആള് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ആ ജദ്ദത്തിന്, ആ വല്യമ്മക്ക് സ്വത്തിൻ്റെ 6/1 നൽകാൻ. അപ്പോൾ ഇത് അംഗീകരിച്ചു. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇതേ മയ്യത്തിൻ്റെ ഒരു വല്യമ്മ വരുന്നുണ്ട്. അപ്പോൾ അവരോടും പറയുന്നത് നിങ്ങൾക്കൊന്നുമില്ല എന്ന്. അവസാനം ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത്, അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, ഉമർ റളിയല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ 2 വല്യമ്മമാരും മയ്യത്തിൻ്റെ രണ്ടാളും മയ്യത്തിൻ്റെ വല്യമ്മമാരാണ്, അപ്പോൾ 2 പേർക്കും പാടെ ആ സ്വത്തിലെ പങ്കിട്ടെടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചു. അത് ഇമാം മുവത്വ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്വ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1871 നമ്പറായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഹദീസ് സഹിഹാണ് എങ്കിൽ അത് ഇസ്ലാമിൻ്റെ 2ാമത്തെ പ്രമാണം തന്നെയാണ്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.